ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് പോലെയുള്ള ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെയുള്ള ഷോപ്പിംഗ് ആപ്സിൽ നിന്നും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കാർട്ടിലോട്ട് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളത് പർച്ചേസ് ചെയ്തില്ല. പിറ്റേ ദിവസം മുതൽ നമുക്ക് അതിന്റെ ആഡ് വന്നു തുടങ്ങും. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ട്രാക്ക് ചെയ്യാണോന്ന്. പക്ഷെ അല്ല, ഇതിനാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഹലോ എവരിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ആണ്. സോ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി ഡിജിറ്റലായി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമ്മൾ ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ്, ബ്രോഷേഴ്സ്, ബിൽ ബോർഡ്സ്, പബ്ലിക് പ്ലേസസ് ഇതിലൂടെയൊക്കെ ആയിരുന്നു നമ്മൾ ആഡ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു മെയിൻലി ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഓഡിയൻസിലോട്ട് ഇത് എത്തില്ല. അതുപോലെ തന്നെ ടെലിവിഷനിലൊക്കെ ഒരു ആഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു പെയ്ഡ് ആയിരിക്കും, വെരി കോസ്റ്റ്ലി ആയിരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് ലോകത്തിലെ ഏത് കോർണറുള്ള ബിസിനസ്സിനെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പോലെയുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ത്രെഡ്സ്, യൂട്യൂബ് ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസിൽ കുറേ നേരം ആൾക്കാർ ചെലവഴിക്കാറുണ്ട്. സോ ഇത്രയും ആൾക്കാർ ഇത്രയും പ്ലാറ്റ്ഫോംസിലൂടെ ഇത്രയും നേരം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് അതും വളരെ കുറഞ്ഞ ചെലവിലൂടെ എത്തിക്കാൻ പറ്റിയാലോ? ദാറ്റ് ഇസ് ദ പവർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് നിയർ മീ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്താ, ടോപ്പിൽ വരുന്ന ഒരു 2-3 സൈറ്റ് മാത്രമേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകാനായിട്ട് നിൽക്കില്ല. സോ ഈ ടോപ്പ് സൈറ്റിൽ എത്തിക്കാൻ SEO ചെയ്ത് റീച്ച് ചെയ്താണ്. വെബ്സൈറ്റ് റാങ്കിങ് ചെയ്യുക, ഓർഗാനിക് ട്രാഫിക് കൊണ്ടുവരിക, ആഡ് സ്പെൻഡ് ഇല്ലാതെ കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യുക. ഇതൊക്കെ SEO ചെയ്യുന്ന വർക്കാണ്. ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും SEOയുടെ ഡിമാൻഡ് കുറച്ച് കൂടുതലാണ്. സെക്കൻഡ് വൺ ഇസ് ദ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഡെയിലി എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടയിലൂടെ നമുക്ക് ആഡ് വരാറുണ്ട്. ഓഡിയൻസിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നതാണ് SMMന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രാൻഡ്സും ബിസിനസ്സസും എല്ലാവരും അവിടെ തന്നെ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഇസ് ദ SEM, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ SEM ആണ് യൂസ് ചെയ്യുക. മുന്നേ പറഞ്ഞ പോലെ SEO എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്ത് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് SEO. ഗൂഗിൾ ആഡ്സ് പോലെയുള്ള പെയ്ഡ് ക്യാമ്പയിൻസ് യൂസ് ചെയ്ത് റൈറ്റ് ടൈമിൽ റൈറ്റ്സ് ഓഡിയൻസിന്റെ മുന്നിൽ ആഡ് ഷോ ചെയ്യുക എന്നുള്ളതാണ് SEMന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SMS മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് സൊമാറ്റോ ആപ്പ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൽ നിന്നും ഫണ്ണി ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസോ മെസ്സേജസോ വരാറുണ്ട്. ഇപ്പൊ മഴ പെയ്യുമല്ലോ, എന്തെങ്കിലും കഴിച്ചാലോ, അതുപോലെ തന്നെ സിംഗിൾ ഓർ ടേക്കൻ ഫണ്ണി ആയിട്ട് മെസ്സേജസ് വരുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ സൊമാറ്റോയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ കോണ്ടന്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആസ് എ ഡിജിറ്റൽ മാർക്കറ്ററുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സിൽ ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആവണമെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? എന്തെങ്കിലും ഏജ് കാറ്റഗറീസ് ഉണ്ടോ? അതുപോലെ തന്നെ എന്തെങ്കിലും ബേസ്ഡ് കോഴ്സ് പഠിക്കണോ? ഇതൊക്കെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. പക്ഷെ ഇതൊന്നും വേണ്ട, സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചതുകൊണ്ട് മാത്രം ഡിജിറ്റൽ മാർക്കറ്റർ ആവണമെന്നില്ല. കൺസിസ്റ്റന്റ്ലി പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സീഡ് ആവാനായിട്ട് പറ്റുള്ളൂ. മെയിൻലി പാഷൻ ഉണ്ടായിരിക്കണം. പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങി അത് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷറുടെ ഒരു സാലറി എന്ന് പറയുന്നത് 3 to 4 LP ആണ്. സോ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഹൈ ആണ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടോപ്പ് 10 സ്കിൽസ് ഇൻ ഫ്യൂച്ചർ 2026 എന്ന് തന്നെ പറയാം. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എക്സ്ട്രാ ഇൻകം ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്യാം. ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല് തന്നെയാണെന്ന് പറയാം. കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അക്കാഡമീസും ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും 6 months 1 year ഇതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവരെല്ലാവരും തിയറി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. തിയറി മാത്രം പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രാക്ടിക്കലി നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പേർട്ട് മെന്റേഴ്സിൽ നിന്ന് നമുക്കിത് പഠിച്ചാൽ മാത്രമേ ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ പറ്റുള്ളൂ. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ക്വാളിഫിക്കേഷൻ അല്ല ഇതിൽ വേണ്ടത്, ക്രിയേറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. ഇനിയുള്ള ഫ്യൂച്ചറിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ല് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾക്കൊരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ ഹെൽപ്പോടുകൂടെ നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ CFX അക്കാഡമിയിൽ നിന്നും വെറും 3 മാസം കൊണ്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവാം. വളരെ കുറഞ്ഞ ഫീസിൽ നിന്നാണ് ഇവിടെ 3 മാസത്തെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒന്നും ആലോചിക്കേണ്ട, ജോയിൻ നൗ അറ്റ് CFX അക്കാഡമി.